ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഡാറ്റീവ് കേസ് എന്താണെന്ന് നോക്കാം. എന്താണ് ഡാറ്റീവ് കേസ്? ഒരു സെന്റൻസിലെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റിനെയാണ് നമ്മൾ ഡാറ്റീവ് കേസ് എന്ന് പറയുന്നത്. ഇറ്റ് ഷോസ് ടു ഹും ഓർ ഫോർ ഹും സംതിങ് ഹാപ്പൻസ്. ആർക്ക് വേണ്ടിയാണോ അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണോ ഒരു ആക്ഷൻ അവിടെ നടക്കുന്നത്, അതിനെയാണ് നമ്മൾ ഡാറ്റീവ് എന്ന് പറയുന്നത്. ഇറ്റ് യൂഷ്വലി ആൻസേഴ്സ് ടു ഹും. ഒരു സെന്റൻസ് തരുമ്പോൾ അതിനോട് നമ്മൾ ചോദിക്കുക, ആർക്ക് വേണ്ടിയാണ് ഈ ആക്ഷൻ ഇവിടെ ചെയ്തത്. ഒരു സെന്റൻസ് തരുമ്പോൾ നമ്മൾ അതിനോട് ചോദിക്കുകയാണ്, ആർക്ക് വേണ്ടിയാണ് ഈ ആക്ഷൻ ഇവിടെ ചെയ്തത്. അതിനെ ആൻസർ ചെയ്യുമ്പോൾ കിട്ടുന്ന നൗൺ അല്ലെങ്കിൽ കിട്ടുന്ന വാക്കിനെയാണ് നമ്മൾ ഡാറ്റീവ് കേസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഷ് ഗേബ് ദേ മാൻ ദസ് ബുക്ക്. ഐ ഗീവ് ദി മാൻ ദി ബുക്ക്. ഇവിടെ ബുക്ക് ആർക്കാണ് കൊടുക്കപ്പെടുന്നത്? ഞാൻ ഒരു ബുക്ക് ഒരാൾക്ക് കൊടുത്തു, ഒരു മാനിന് കൊടുത്തു. ഇവിടെ ആർക്കാണ് ബുക്ക് കൊടുക്കുന്നത്? ദി മാൻ. ടു ഹും ദി ബുക്ക് ഇസ് ബീങ് ഗിവൺ ഹിയർ? ദി മാൻ. അപ്പോൾ ഇവിടുത്തെ ഡാറ്റീവ് എന്ന് പറയുന്നത് ദി മാൻ അല്ലെങ്കിൽ ദേ മാൻ. Sie schenkt dem Freund ein Geschenk. She gives the friend a gift. ഇവിടെ ആർക്കാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്? ഫ്രണ്ടിന്. അപ്പോൾ ഇവിടുത്തെ ഡാറ്റീവ് എന്ന് പറയുന്നത് dem Freund. To whom the gift is being given? The friend. അപ്പോൾ ഇവിടുത്തെ ഡാറ്റീവ് എന്ന് പറയുന്നത് dem Freund. ഇനി ഡാറ്റീവ് കേസിന്റെ സെന്റൻസ് സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ സബ്ജക്ട്, വേർബ്, ഇൻഡയറക്റ്റ് ഒബ്ജക്ട്, ഡിറക്റ്റ് ഒബ്ജക്ട്. ഇവിടെ ഡാറ്റീവ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഇൻഡയറക്റ്റ് ഒബ്ജക്ട് ആയിരിക്കും. അപ്പോൾ ഒരു സെന്റൻസിൽ ഇൻഡയറക്റ്റ് ഒബ്ജക്ട് ആയിരിക്കും ആദ്യം വരുന്നത്, അല്ലെങ്കിൽ ഡാറ്റീവ് ഒബ്ജക്ട് ആയിരിക്കും ആദ്യം വരുന്നത്. ഡാറ്റീവ് വന്നതിന് ശേഷം മാത്രമേ അക്വസാറ്റീവ് വരുള്ളൂ. അപ്പോൾ സബ്ജക്ട് അതായത് നോമിനാറ്റീവ്, കോൺജുഗേറ്റഡ് വേർബ്, ഡാറ്റീവ്, അക്വസാറ്റീവ്. ഇങ്ങനെ ആയിരിക്കും ഡാറ്റീവിന്റെ സെന്റൻസ് സ്ട്രക്ചർ വരുന്നത്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കിയാലോ. ദി മുറ്റർ കൗഫ്റ്റ് ദർ ഡോക്ടർ ein Kleid. ദി മദർ ബൈസ് എ ഡ്രസ് ഫോർ ദി ഡോട്ടർ. ഇവിടെ ആർക്ക് വേണ്ടിയാണ് ഡ്രസ്സ് വാങ്ങിക്കുന്നത്? മകൾക്ക് വേണ്ടി, ദി ഡോട്ടർ. അപ്പോൾ ഇവിടുത്തെ ഡാറ്റീവ് എന്ന് പറയുന്നത് ദ ഡോക്ടർ. ഇവിടെ ദി മുറ്റർ എന്ന് പറയുന്നത് നോമിനാറ്റീവ്, കൗഫ്റ്റ് എന്ന് പറയുന്നത് കോൺജുഗേറ്റഡ് വേർബ്, ദ ഡോക്ടർ എന്ന് പറയുന്നത് ഡാറ്റീവ്, ein Kleid എന്ന് പറയുന്നത് അക്വസാറ്റീവ്. ഇവിടുത്തെ ഡിറക്റ്റ് ഒബ്ജക്ട് എന്ന് പറയുന്നത് ein Kleid, ഇൻഡയറക്റ്റ് ഒബ്ജക്ട് എന്ന് പറയുന്നത് ദ ഡോക്ടർ, വേർബ് ഇവിടെ കൗഫൻ, ആൻഡ് നോമിനാറ്റീവ് അല്ലെങ്കിൽ സബ്ജക്ട് എന്ന് പറയുന്നത് ദി മുറ്റർ. Ich gebe dem Kind einen Apfel. I give the child an apple. To whom the apple is being given here? The child. അപ്പോൾ ഇവിടുത്തെ ഡാറ്റീവ് എന്ന് പറയുന്നത് dem Kind. dem Kind. അടുത്തത് sie schenkt ihrer Mutter eine Blume. She gives her mother a flower. To whom the flower is being given here? The mother. അല്ലെങ്കിൽ her mother. അപ്പോൾ ഇവിടുത്തെ ഡാറ്റീവ് എന്ന് പറയുന്നത് ihrer Mutter. ഇനി നമുക്ക് ഡാറ്റീവിന്റെ പൊസസീവ് പ്രോണോമൻസ് നോക്കാം. പൊസസീവ് പ്രോണോമൻസ് എപ്പോഴൊക്കെ ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നു അപ്പോഴൊക്കെ നമ്മൾ ഈ പ്രോണോമൻസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇഷിന്റെ വരുന്നത് മിയർ, മീനിങ് ടു മീ. ഡൂന്റെ വരുന്നത് ഡിയർ, ടു എന്റെ മീനിങ് വരുന്നത് ടു യു. എറിന്റെ വരുന്നത് ഐ എച്ച് എം ഇം, മീനിങ് വരുന്നത് ടു ഹിം. എസിന്റെ വരുന്നത് ഐ എച്ച് എം ഇം തന്നെയാണ്, പക്ഷെ മീനിങ് വരുന്നത് ടു ഇറ്റ് എന്ന് വരും. സിയുടെ വരുന്നത് ഇയർ, ഐ എച്ച് ആർ, ഇയർ, മീനിങ് വരുന്നത് ടു ഹെർ. വിയറിന്റെ വരുന്നത് ഉൻസ്, ടു അസ്. ഇയറിന്റെ വരുന്നത് ഓയിഹ്, ടു യു ഓൾ. സി അതായത് ഫോമൽ സിയുടെ വരുന്നത് ഈനൻ, ടു യു, ഫോമൽ യു. പിന്നെ വരുന്നത് സിയുടെ അതിന്റെ വരുന്നത് ഈനൻ, മീനിങ് ടു ദം. ഇനി ഡാറ്റീവ് ആർട്ടിക്കിൾസ് നമുക്ക് നോക്കാം. അതില് നോമിനാറ്റീവിനെയും അക്വസാറ്റീവിനെയും വെച്ച് നോക്കുമ്പോൾ എൻറ്റയർലി ഡിഫറെന്റ് ആണ് ഡാറ്റീവിൽ വരുന്നത്. വെസ്റ്റിംഗ്ടന്റെ മസ്കുലിൻ കേസിൽ വരുമ്പോൾ ദേം, ഫെമിനിനില് ദർ, നോയിറ്ററില് ദേം, പ്ലൂറലില് ദേം. ഉൺ വെസ്റ്റിംഗ്ടർ വരുമ്പോൾ ഐനും, ഐനർ, ഐനം. നെഗറ്റീവില് കൈനം, കൈനർ, കൈനം, കൈനൻ. ഈ ഡാറ്റീവ് ആർട്ടിക്കിൾസ് യൂസ് ചെയ്യുന്ന കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇഷ് ഗേബെ ദേ മാൻ ഐൻ ബുക്ക്. ഇവിടെ മാനിന്റെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ദർ ആണ് വരുന്നത്, പക്ഷെ അത് ഡാറ്റീവ് ആയതുകൊണ്ട് അവിടെ നമ്മൾ യൂസ് ചെയ്ത ആർട്ടിക്കിൾ ദേം. ഐ ഗീവ് ദി മാൻ എ ബുക്ക്. സി ഷെങ്ക്ഡ് ദർ ഫ്രൗ ഐനെ ബ്ലൂമെ. ഇവിടെ ഫ്രൗവിന്റെ നോർമൽ നമ്മൾ ആർട്ടിക്കിൾ എന്താ വരുന്നത്? ദി, ഫെമിനിൻ ആണ് അതുകൊണ്ട്. പക്ഷെ ഇവിടെ ഇത് ഡാറ്റീവ് ആയതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്ത ആർട്ടിക്കിൾ ദർ. Der Lehrer erklärt den Schülern die Aufgabe. ഷൂളേൺ എന്നുള്ളത് പ്ലൂറൽ ആണ്. പ്ലൂറലിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാ? ദി. പക്ഷെ ഇവിടെ ദി ഡാറ്റീവ് ആയതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്ത ആർട്ടിക്കിൾ ദേൻ. നമുക്കിനി ഡാറ്റീവിന്റെ സെന്റൻസ് സ്ട്രക്ചർ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഡാറ്റീവിന്റെ സെന്റൻസ് സ്ട്രക്ചർ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? സബ്ജക്ട്, കോൺജുഗേറ്റഡ് വേർബ്, ഡാറ്റീവ് ഒബ്ജക്ട്, അക്വസാറ്റീവ് ഒബ്ജക്ട്. പക്ഷെ ഇപ്പോൾ ഡാറ്റീവ് ഒബ്ജക്റ്റോ അല്ലെങ്കിൽ അക്വസാറ്റീവ് ഒബ്ജക്റ്റോ അതിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രോനൗൺ ആയിട്ട് വരുവാണെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെ സെന്റൻസിൽ എഴുതുമെന്ന് നോക്കാം. ഒരു സെന്റൻസിൽ എപ്പോൾ പ്രോനൗൺ വന്നാലും അതെപ്പോഴും എന്താണ്? ഒരു നൗണിന്റെ തൊട്ട് മുന്നേ ആയിട്ട് വരാനേ പാടുള്ളൂ. അക്വസാറ്റീവ് അല്ലെങ്കിൽ ഡാറ്റീവ് അതിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രോനൗൺ ആണെങ്കിൽ
പ്രോനൗൺ എപ്പോഴും നൗണിന്റെ തൊട്ട് മുന്നേ ആയിട്ടേ വരുള്ളൂ. ഫോർ എക്സാമ്പിൾ, Ich gebe es dem Mann. I give it to the man. ഇവിടെ ആർക്കാണ് കൊടുത്തത്? മാനിന്. അപ്പോൾ ഇവിടുത്തെ ഡാറ്റീവ് മാൻ ആണ്. പക്ഷെ എന്താണ് കൊടുത്തത്? അതിന് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു പ്രോനോമൺ ആണ്, ഒരു പ്രോനൗൺ ആണ്. അത് അക്യുസാറ്റീവ് ആണ്. അക്യുസാറ്റീവ് ആണെങ്കിൽ എന്തുവാണെങ്കിലും ഒരു പ്രോനൗൺ ആണെങ്കിൽ അത് എപ്പോഴും ഒരു നൗണിന്റെ തൊട്ട് മുന്നേ ആയിട്ടേ വരുള്ളൂ. അപ്പോൾ ഈ കേസിൽ നമ്മൾ അക്യുസാറ്റീവിനെ ഡാറ്റീവിന്റെ തൊട്ട് മുന്നേ ആയിട്ട് എഴുതും. ഇഷ് ഗേബേ എസ് ദേ മാൻ. നമ്മൾ ഒരിക്കലും ഇഷ് ഗേബേ ദേ മാൻ എസ് എന്ന് പറയില്ല. കാരണം എസ് എന്ന് പറയുന്നത് ഒരു പ്രോനൗൺ ആണ്. ഇഷ് ഗേബേ എസ് ദേ മാൻ. അപ്പോൾ ഇവിടെ ആദ്യം വന്നത് അക്യുസാറ്റീവും പിന്നെ വന്നത് ഡാറ്റീവും ആണ്. അടുത്തത് ഇഷ് ഗേബേ ഈം ദസ് ബുക്ക്. ഐ ഗീവ് ഹിം ദി ബുക്ക്. ആർക്കാണ് ഇവിടെ ബുക്ക് കൊടുത്തത്? ഹിം. അപ്പൊ ഇവിടുത്തെ ഡാറ്റീവ് എന്ന് പറയുന്നത് ഹിം തന്നെയാണ്. പക്ഷെ ഇത് പ്രോനൗൺ ആയതുകൊണ്ടും ഡാറ്റീവ് ആയതുകൊണ്ടും നമ്മൾ ആദ്യം ഇതിനെ എഴുതി. അത് കഴിഞ്ഞിട്ടാണ് അക്യുസാറ്റീവ് ഒബ്ജക്റ്റ് ആയ ദസ് ബുക്ക് ഇവിടെ വന്നത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, ഇൻ കേസ് ഇഫ് ഡാറ്റീവോ അല്ലെങ്കിൽ അക്യുസാറ്റീവോ ഏതെങ്കിലും ഒരെണ്ണം പ്രോനൗൺ ആയിട്ട് വന്നാൽ ആ പ്രോനൗൺ ആയിരിക്കും ആദ്യം എഴുതുന്നത്. അതിപ്പോൾ അക്യുസാറ്റീവ് പ്രോനൗൺ ആയിട്ട് വരുവാണെങ്കിൽ അക്യുസാറ്റീവിനെ നമ്മൾ ആദ്യം എഴുതിയതിനു ശേഷം മാത്രമേ ഡാറ്റീവ് എഴുതത്തുള്ളൂ. യൂഷ്വലി ഡാറ്റീവ് വരുവാണെങ്കിൽ ഡാറ്റീവിന്റെ പ്രോനൗൺ ആദ്യം എഴുതിയിട്ട് നമ്മൾ യൂഷ്വലി എഴുതുന്ന പോലെ അക്യുസാറ്റീവിനെ എഴുതി വെക്കും. വാട്ട് ഇഫ് ബോത്ത് ഡാറ്റീവ് ആൻഡ് അക്യുസാറ്റീവ് ആർ പ്രോനോമൻ? രണ്ടും പ്രോനൗൺ ആയിട്ട് വരുവാണെങ്കിൽ എന്ത് ചെയ്യും? അതിന്റെ സെന്റൻസ് സ്ട്രക്ചർ വരുന്നത് സബ്ജക്ട്, വെർബ്, അക്യുസാറ്റീവ് പ്രോനോമൻ, ഡാറ്റീവ് പ്രോനോമൻ. ആദ്യം അക്യുസാറ്റീവ് പ്രോനോമൻ വന്നതിന് ശേഷം മാത്രമേ ഡാറ്റീവ് പ്രോനോമൻ സെന്റൻസ് സ്ട്രക്ചറിൽ വരത്തുള്ളൂ. അക്യുസാറ്റീവ് പ്രോനോമൻ ആദ്യം വരും, പിന്നെ വരുന്നത് ഡാറ്റീവ് പ്രോനോമൻ. അതിന്റെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഇഷ് ഗേബേ എസ് ഡിയർ. ഐ ഗീവ് ഇറ്റ് ടു യു. ഇവിടെ ആർക്കാണ് കൊടുത്തത്? ഡിയർ. അതിന്റെ ആൻസർ ചെയ്യുന്നതാണ് ഡിയർ. അത് ഡാറ്റീവ് ആണ്, പക്ഷെ അത് ലാസ്റ്റിലാണ് വന്നത്. എന്താണ് കൊടുത്തത്? എസ്. അത് അക്യുസാറ്റീവ്, അത് ആദ്യം വന്നു. അപ്പോൾ ഇഷ് ഗേബേ എസ് ഡിയർ. ഐ ഗീവ് ഇറ്റ് ടു യു. ഇനി നമുക്ക് ഡാറ്റീവിന്റെ പൊസസീവ് ആർട്ടിക്കിൾസ് ഏതൊക്കെയാന്ന് നോക്കാം. ഇവിടെ ഇഷ്, ദു, എസ്, സി, വിയർ, ഇയർ, സി. ഇതിന്റെ ഏതൊക്കെയാന്ന് നോക്കാം. മസ്കുലിൻ, ഫെമിനിൻ, നോയിറ്റർ, പ്ലൂറൽ. ഇഷിന്റെ വരുമ്പോ മൈനം, മൈനർ, മൈനം, മൈനൻ. ഡൈനം, ഡൈനർ, ഡൈനം, ഡൈനൻ. സൈനം, സൈനർ, സൈനം, സൈനൻ. ഇയറം, ഇയറർ, ഇയറം, ഇയറൻ. ഉൻസേരം, ഉൻസേരർ, ഉൻസേരം, ഉൻസേരൻ. ഓയറം, ഓയറർ, ഓയറം, ഓയറൻ. ഇയറം, ഇയറർ, ഇയറം, ഇയറൻ. ഇയറം, ഇയറർ, ഇയറം, ഇയറൻ. ഇനി ഡാറ്റീവ് പൊസസീവ് ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്ന കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇഷ് ഗേബേ മൈനം ബ്രൂഡർ ഐൻ ഗെഷിംഗ്. ഐ ഗീവ് മൈ ബ്രദർ എ ഗിഫ്റ്റ്. അപ്പോൾ ഇവിടുത്തെ ബ്രൂഡറിന്റെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് മസ്കുലിൻ ആണ്. അതുകൊണ്ടാണ് മൈനം എന്ന് വന്നത്. മൈനം ബ്രൂഡർ. സി ഷെങ്ക്ട് മൈനർ മുട്ടർ ഐനെ ബ്ലൂമെ. ഷി ഗീവ്സ് മൈ മദർ എ ഫ്ലവർ. ഇവിടെ മുട്ടറിന്റെ ആർട്ടിക്കിൾ ഫെമിനിൻ ആണ്. അതുകൊണ്ടാണ് ഇവിടെ മൈനർ എന്ന് വന്നത്. Erzeit deinem Vater das Bild. He shows your father the picture. ഇവിടുത്തെ ഫാറ്ററിന്റെ ആർട്ടിക്കിൾ മസ്കുലിൻ ആണ്. അപ്പൊ യുവർ എന്ന് വന്നപ്പം ഡൈനം എന്ന് വന്നു. Wir bringen deiner Schwester eine Tasche. We bring your sister a bag. ഇവിടെ സിസ്റ്റർ അല്ലെങ്കിൽ ഷ്വസ്റ്റർ എന്നുള്ളത് ഫെമിനിൻ ആണ്. അതുകൊണ്ടാണ് ഡൈനർ എന്ന് വന്നത്. Ich erkläre unserem Kind die Aufgabe. I explain the task to our child. ഇവിടെ ചൈൽഡ് എന്നുള്ളതിന്റെ ആർട്ടിക്കിൾ നോയിറ്റർ ആണ്. അതുകൊണ്ടാണ് ഉൻസേരം എന്ന് വന്നത്. സി ഷെങ്ക്ട് ഇയറർ മുട്ടർ ഐനെ ബ്ലൂമെ. ഷി ഗീവ്സ് ഹർ മദർ എ ഫ്ലവർ. ഇവിടെ മുട്ടറിന്റെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഫെമിനിൻ ആണ്. അതുകൊണ്ട് ഇയറർ എന്ന് വന്നത്.